പീച്ചിൽ പടവളം ഒക്കെയാണ്. അപ്പോൾ ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത് ചാക്കിലാണ്, അല്ലേ? ഓരോ ചാക്കിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പന്തലിലേക്ക് കയറ്റി കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം കാ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തുറവൂരുള്ള അപ്പൂച്ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ്. അപ്പൂച്ചേട്ടൻ്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന അപ്പൂച്ചേട്ടൻ കൃഷി ഇറക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും വളങ്ങളും പെസ്റ്റിസൈഡും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് പുതിയതായി കൃഷി ഇറക്കുന്നത് നിങ്ങൾക്കും ഒരു അനുഭവമായിരിക്കും. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഇതാണ് അപ്പൂച്ചേട്ടൻ്റെ കൃഷിയിടങ്ങൾ. പീച്ചിൽ പടവളം ഒക്കെയാണ്. അപ്പൂച്ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത് ചാക്കിലാണ്, അല്ലേ? ഓരോ ചാക്കിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പന്തലിലേക്ക് കയറ്റി കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം കാ വീണ് തുടങ്ങിയിട്ടുണ്ട്. കായ ഉണ്ടായി കിടക്കുന്ന വേണ്ട. വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൂച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പടവളവും ബീച്ചിലും കൂടാണ്ട് അച്ചിങ്ങായും ഇതിനിടയിൽ തന്നെ ഇടവിളയായിട്ട് ചീരയും ചെയ്തിട്ടുണ്ട്. ഇളവനുണ്ട്, വെണ്ട, വഴുതന. അത്യാവശ്യം മൂത്ത അച്ചിങ്ങ അപ്പൂച്ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ രാവിലെ എപ്പോൾ കൃഷിയിടത്തിലേക്ക് വരും? രാവിലെ ഒരു 8 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുമല്ലേ? എല്ലാ ദിവസവും എത്തുമോ? വരുമല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ വളങ്ങളും മറ്റുള്ള ഒക്കെ എങ്ങനെയാണ്? വളം ഞാൻ ആദ്യം ഇത് കുമ്മായം കളച്ചിട്ട് കുമ്മായം ഇടും. കുറച്ച് കുമ്മായം ഇട്ട് 2 ദിവസം ഇട്ടേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഈ കോഴിക്കാട്ടം അടിവളമായിട്ട് കൊടുക്കും അല്ലേ? കോഴിക്കാട്ടം അടിവളം. വേറെ ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലുപൊടി? ചാണകപ്പൊടി ഇടും അല്ലേ? കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയാണ് പ്രധാന വളമായിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മാന്തും കുടുംബൊക്കെ. എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ പട്ടി കുടുംബൊക്കെ വന്ന് മാന്തും അല്ലേ? അച്ചിങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, അത്യാവശ്യം മൂത്തതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ ചെറിയ ഉപദ്രവമുണ്ട്. മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പൂമ്പൊടിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താ ചെറിയ രീതിയിൽ വള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പയറിൻ്റെ വള്ളിയാണ് കാണുന്നത്. കണ്ട കീടനാശിനിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചേട്ടാ? വേപ്പെണ്ണ മിശ്രിതം കൊടുക്കുവാണല്ലേ? അത് തുടക്കം തൊട്ട് അടിച്ചു കൊടുക്കുകയാണ്. ആമവണ്ടിനും നല്ലതാണല്ലേ? ആമവണ്ടിൻ്റെയും ചാഴിയുടെ ഉപദ്രവമാണ് മെയിനായിട്ട് ഇതിലുള്ളത്. പയറിൽ പിന്നെ കുറച്ച് മൂഞ്ഞയുടെ ഉപദ്രവം ഉണ്ടാകും. വേപ്പെണ്ണ മിശ്രിതം തുടർച്ചയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറി കിട്ടും. നമുക്ക് അച്ചിങ്ങയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്കൊന്ന് വെണ്ട ഒന്ന് കാണാം. വെണ്ട കുറച്ച് അത്യാവശ്യമായിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്.
അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. വെണ്ടക്കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വഴുതനത്തൈ എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് വഴുതനത്തൈ മാത്രമേ വെച്ചിട്ടുള്ളൂ. വെണ്ടയും അച്ചിങ്ങായും പടവളവും ബീച്ചിലാണ് അത്യാവശ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇളവൻ പന്തലിൽ കയറി തുടങ്ങി. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും ചാക്കിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇളവനാണ്. കുമ്പളം. ഇതിലൊക്കെ അച്ചിങ്ങ ഉണ്ട്. അച്ചിങ്ങ അത്യാവശ്യം കിള്ളിയെടുത്തു. വരുന്നല്ലേ ഉള്ളൂ. മൂത്ത് വരുന്നേ ഉള്ളു. ഇതാണ് ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ. അപ്പോൾ അപ്പുച്ചേട്ടൻ്റെ അനുഭവം നിങ്ങൾക്കൊരു ഗുണപാഠമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന കൃഷിക്കാർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ, എന്തെങ്കിലും അവർക്കൊരു ഗുണമാകുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ അസുഖങ്ങൾ, ഈ ശരീരം വേദന, ഇതൊക്കെ ഉണ്ടാവില്ല. ശരിക്കും സത്യം നല്ല വ്യായാമം ഉണ്ടാവും. കൃഷിയിടത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതെല്ലാം മറക്കില്ല. മറ്റു ചിന്തയൊന്നും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയൊരു നമുക്ക് ഏറ്റവും വലിയ ഗുണം ആയിട്ട് തോന്നുന്നതാണ്. പിന്നെ കൃഷിയെ പറ്റി നമ്മൾ ആദ്യം കുമ്മായം ഇടുന്നതാണ്. ആദ്യം സാധാരണ കുമ്മായം ഇടുമ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത് എല്ലാവരും പറയുന്നത്. അപ്പോൾ അപ്പച്ചേട്ടൻ അങ്ങനെ വെള്ളം ഒഴിക്കും. നല്ല ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണല്ലോ. നനച്ചിട്ടാണ് ചെയ്യുന്നത്. കലക്കി ഒഴിച്ചാൽ കലക്കി ഒഴിച്ചു കൊടുക്കും. അപ്പൂച്ചേട്ടൻ്റെ ഒപ്പം ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ ഇത്രയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ.